വൃത്തിയാക്കി നമ്മൾ വെക്കണം എന്നൊക്കെ ഓർക്കാം. അപ്പൊ അരി ഇവിടെ ഒരു മണിയുണ്ട്. അപ്പൊ അരിമണി എന്നുള്ള രീതിയിൽ ഓർക്കാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ നോക്കുന്നത് ജാനുവരി മാസം 2024 കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ 20 ഡേയ്സിന്റെ ചാലഞ്ച് നടക്കുകയാണ്. അപ്പൊ ഇതിന് മുമ്പത്തെ മാസങ്ങളുടെ ഒക്കെ ലിങ്ക് ഞാൻ എന്തായാലും കമന്റ് ആയിട്ട് കൊടുത്തേക്കാം. അപ്പൊ എല്ലാവരും ക്ലാസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാലോ. ആദ്യത്തെ പോയിന്റ് ഇതാണ്: ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ചിട്ടുള്ള സൈനിക നീക്കം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സർവശക്തിയാണ്. ഏതാണ്? ഓപ്പറേഷൻ സർവശക്തി. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് കണക്ട് ചെയ്യാം. എന്തായാലും ജമ്മു കാശ്മീരല്ലേ, അപ്പോൾ അവിടെ എപ്പോഴും മിക്കവാറും ഇങ്ങനെ ആക്രമണമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ സർവശക്തി ഉപയോഗിച്ചിട്ട് നമ്മൾ അവരെ കീഴ്പ്പെടുത്തണം എന്നൊക്കെ ഓർക്കാം കേട്ടോ. അപ്പൊ ഓപ്പറേഷൻ സർവശക്തി ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ചുള്ള സൈനിക ഓപ്പറേഷൻ ആണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ്: 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ലയണൽ മെസ്സിനെയാണ്. അപ്പോ ഓർത്തു വെച്ചേക്ക, 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മെസ്സിയാണ്. 2023 ഫിഫയുടെ മികച്ച വനിതാ താരം ചോദിക്കുകയാണെങ്കിൽ ഐത്താന ബോൺമതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഐത്താന ബോൺമതി. ബോള് മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നൊക്കെ ഓർക്കുക കേട്ടോ. അപ്പൊ ഐത്താന ബോൺമതി. ഓക്കെ, ഫിഫയുടെ ആണ് കേട്ടോ, ഫുട്ബോൾ ആണ്. ഇപ്പൊ ബോള് മതി. ഇനി സ്പെയിൻകാരിയാണെന്നും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. ഇനി കേന്ദ്ര സർക്കാരിന്റെ 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് സൂറത്തും അതുപോലെ തന്നെ ഇൻഡോറും ആണ്. അത് കേന്ദ്ര സർക്കാരിന്റെ 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം അല്ലെ. അപ്പൊ വൃത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡോർ, നമ്മൾ ഇംഗ്ലീഷിൽ ഇൻഡോർ എന്ന് പറയില്ലേ. ഇൻഡോർ എന്ന് പറഞ്ഞാൽ വീടിനകത്ത് അല്ലെ. ഇൻഡോർ ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കി നമ്മൾ വെക്കണം എന്നൊക്കെ ഓർക്കാം. അപ്പൊ ഇൻഡോറും അതേപോലെ തന്നെ സൂറത്ത്. ഷുവർ ആയിട്ട് നമ്മൾ ഇൻഡോർ ക്ലീൻ ചെയ്ത് വെക്കണം എന്നൊക്കെ ഓർക്കാം. ഷുവർ എന്ന് ഞാൻ ഉദ്ദേശിച്ച സൂറത്തിന്റെയാണ് കേട്ടോ. അപ്പോൾ സൂറത്തും ഇൻഡോറും എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. കേന്ദ്ര സർക്കാരിന്റെ 2023 സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെയാണ്? സൂറത്തും ഇൻഡോറും. അടുത്ത പോയിന്റ് നോക്കാം. 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം പൂവാണ്. ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് പൂവ്. ജസ്റ്റ് ഓർക്കാം, ഒരു കാക്കയും പൂവുമായിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം അല്ലെ. കാക്ക ഒരു പൂവ് നോക്കി നിൽക്കുന്നതോ ആയിട്ടൊക്കെ ജസ്റ്റ് ഒരു ഇമേജ് ഒന്ന് മൈൻഡിലേക്ക് വെറുതെ കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി കയറാം. അടുത്ത പോയിന്റിലേക്ക് കയറുന്നേക്കാളും മുമ്പ് നമുക്ക് ഈ പോയിന്റ്സുകളൊക്കെ ഒന്നും കൂടെ സ്പീഡിൽ ഒന്ന് നോക്കാം കേട്ടോ. എന്തൊക്കെയായിരുന്നു നമ്മുടെ ഓപ്പറേഷൻ സർവശക്തി? കിട്ടുന്നുണ്ടോ? ജമ്മു കാശ്മീർ അല്ലെ. പിന്നെ 2023 ഫിഫയുടെ മികച്ച പുരുഷ താരം ലയണൽ മെസ്സി. 2023 ഫിഫയുടെ മികച്ച വനിതാ താരം ഐത്താന ബോൺമതി. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് വന്നിട്ടുള്ളത് സൂറത്തും അതേപോലെ തന്നെ ഇൻഡോറും ആണ്. പിന്നെ 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം പൂവാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. 2024 ഹരിവരാസന പുരസ്കാരം നേടിയിട്ടുള്ള തമിഴ് പിന്നണി ഗായകൻ ആരാണ്? പി.കെ. വീരമണിദാസനാണ് കേട്ടോ. പി.കെ. വീരമണിദാസൻ. അരിമണി നമുക്ക് ഓർക്കാം അല്ലെ. അരി എന്ന് ഉദ്ദേശിച്ചുള്ള ഹരിയാണ് കേട്ടോ. അപ്പൊ അരി ഇവിടെ ഒരു മണിയുണ്ട്. അപ്പൊ അരിമണി എന്നുള്ള രീതിയിൽ ഓർക്കാം. 2024 ആണെന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? നേടിയിട്ടുള്ള തമിഴ് പിന്നണി ഗായകൻ ആരാണ്? പി.കെ. വീരമണിദാസൻ. ഓക്കെ, ഇനി 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ളത് ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. ധനകാര്യ കമ്മീഷൻ അല്ലെ. അപ്പൊ ധനം എന്ന് പറയുമ്പോൾ നമുക്ക് പണവുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ അല്ലെ. പണം അല്ലെങ്കിൽ പനഗരിയ പണവുമായിട്ടൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ അരവിന്ദ് പനഗരിയ. 62ാമത്തെ കേരള സ്കൂൾ കലോത്സവ വേദി കൊല്ലമാണ്. 62ാമത്തെ കേരള സ്കൂൾ കലോത്സവ വേദി കൊല്ലം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കരയാണ് കേട്ടോ. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം ജില്ലയാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം. അടുത്ത പോയിന്റ്: സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പദ്ധതി. ആ പദ്ധതിയുടെ പേരാണ് സംവാദ. ഓക്കെ, സംവാദ. 9 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് എല്ലാ ബുധനാഴ്ചയും ഹൈക്കോടതി സന്ദർശിക്കാനായിട്ടുള്ള ഒരു അവസരം നൽകുന്നത്. അപ്പൊ സംവാദം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും അല്ലെ
അപ്പൊ വാദപ്രതിവാദങ്ങളും എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ അവരുടെ ഒരു സംവാദമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ സംവാദം എന്നുള്ളത് എല്ലാവരും പഠിച്ചു പോവുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ചുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അതേപോലെ തന്നെ അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. ഇനി 2024 ജാനുവരി 16-ന് 100ാമത്തെ ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി കുമാരനാശാൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2024 ജാനുവരി 16-ന് 100ാമത്തെ ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ കുമാരനാശാൻ. അടുത്ത പോയിന്റ്, ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലയിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഓക്കെ, പോയിന്റ്സുകൾ ഒന്നും കൂടെ നമുക്ക് സ്പീഡിലൊന്ന് നോക്കിയേക്കാം. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? 2024 ഹരിവരാസന പുരസ്കാരം നേടിയിട്ടുള്ള തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസൻ, അരിമണി എന്ന് ഓർക്കാം. പിന്നെ 16ാമത്തെ ധനകാര്യ കമ്മീഷൻ അല്ലെ, ആരാണ്? അരവിന്ദ് പനഗരിയ. 62ാമത്തെ കേരള സ്കൂൾ കലോത്സവ വേദി കൊല്ലം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം ജില്ലയാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് സംവാദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം നമ്മുടെ കേരളം. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. 2024 ജാനുവരി 16-ന് 100ാമത്തെ ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി കുമാരനാശൻ. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണെന്നും കൂടെ ഓർക്കുക കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ജാർസുഗുഡ എന്ന് പറയുമ്പോൾ നമുക്ക് ജാറിന്ന് വരുന്ന സുഗന്ധം, നമ്മള് ജാറിന്ന് നല്ലൊരു സുഗന്ധം, നല്ലൊരു കറിയുടെ സുഗന്ധമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഓടിപ്പോവും അല്ലെ. അപ്പൊ ഒഡീഷ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ. 77ാമത്തെ 2023-24 സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അരുണാചൽ പ്രദേശ് ആണ്. ഓക്കെ, അരുണാചൽ പ്രദേശ്. അപ്പോ അതേപോലെ തന്നെ ജയിച്ചിട്ടുള്ളത് ആരാണ്? സർവീസസ് ആണ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. ഇപ്പൊ സർവീസ് കിട്ടിക്കഴിഞ്ഞപ്പോ നമുക്ക് നല്ല സന്തോഷമായി എന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ അതിന്റെ വെന്യൂം കൂടെ പഠിച്ചു വെച്ചേക്ക്. എവിടെയാണ്? അരുണാചൽ പ്രദേശ്. അടുത്ത പോയിന്റ് നോക്കാം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023-ലെ 53ാമത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണനാണ്. ഓക്കെ, കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഏതിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? കവിത മാംസഭോജിയാണെന്ന് പറഞ്ഞിട്ടുള്ള കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023-ലെ 53ാമത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണൻ. ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൃഷ്ണനുമായിട്ട് അപ്പൊ ഗോപികമാരും കൃഷ്ണനുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാട്ടോ. ഗോപികൃഷ്ണൻ. ഓക്കെ, ഇനി സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചിട്ടുള്ള പഞ്ചായത്ത് മലയൻകീഴാണ്. തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ്. ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചിട്ടുള്ള പഞ്ചായത്ത് മലയൻകീഴാണ് കേട്ടോ. അടുത്ത് നോക്കാം. 2023-ലെ AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാവുന്ന രാജ്യം ഖത്തറാണ്. 2023-ലെ AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഖത്തറാണ്. 62ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയിട്ടുള്ളത് കണ്ണൂരാണ്. വേദി എവിടെയായിരുന്നു? കൊല്ലം ജില്ലയിൽ അല്ലെ. 2ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് കോഴിക്കോടിനാണ് കേട്ടോ. അപ്പൊ 62ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയിട്ടുള്ളത് കണ്ണൂരാണ്. എവിടെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്ന? കൊല്ലം ജില്ലയിലായിരുന്നു. 2ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് കോഴിക്കോട്. ഓക്കെ, അപ്പോ ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ. പിന്നെ 77ാമത്തെ, അതായത് 2023-2024-ലെ സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അരുണാചൽ പ്രദേശ്. ജയിച്ചിട്ടുള്ളത് സർവീസസ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023-ലെ 53ാമത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചുള്ള പഞ്ചായത്ത് മലയൻകീഴ്. 2023-ലെ AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഖത്തറാണ്. 62ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയിട്ടുള്ളത് കണ്ണൂര്. 2ാം സ്ഥാനം കോഴിക്കോട്. അതേപോലെ തന്നെ 3ാം സ്ഥാനം പാലക്കാടും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കിട്ടിയിട്ടുള്ളത് 61ാമത്തെ കിട്ടിയിട്ടുള്ളത് കോഴിക്കോടിനാണ്. അതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു പോവാട്ടോ. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് GST വകുപ്പ് പുനർസംഘടിപ്പിച്ചുള്ള സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് GST വകുപ്പ് പുനർസംഘടിപ്പിച്ചുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക്
പെഞ്ച് കടുവ റിസർവ് ആണ്. മഹാരാഷ്ട്രയിലുള്ള പെഞ്ച് കടുവ റിസർവ് ആണ്. ഇന്ത്യയിൽ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം, മറ്റത് പാർക്കായിരുന്നു കേട്ടോ. ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ചോദിക്കുകയാണെങ്കിൽ പെഞ്ച് കടുവ റിസർവ് ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം ചോദിക്കുകയാണെങ്കിൽ ലഡാക്ക് ആണ്. ഓക്കെ, അപ്പൊ പാർക്ക് എന്നൊക്കെ പറയുമ്പോൾ പെഞ്ച് കടുവയൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ. അപ്പൊ പെഞ്ച് കടുവ എന്നുള്ളത് ഓർക്കാം. പക്ഷെ റിസർവ് കേന്ദ്രം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് ആണ്, കുറച്ചും കൂടെ സീൻ ഡാർക്ക് ആണെന്നൊക്കെ പറയില്ല, അങ്ങനെ ലഡാക്ക് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇന്ത്യയിൽ ആദ്യ ഡാർക്ക് ലഡാക്ക്. ഓക്കെ, ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രമാണ് അത് ലഡാക്ക്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതിയാണ് കേര എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അപ്പൊ കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതി ഏതാണ്? കേര. ഇന്ദ്രധനസ് എന്ന ആത്മകഥ എഴുതിയിട്ടുള്ളത് ഇന്ദ്രൻസ് ആണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇന്ദ്രധനസ് എന്ന ആത്മകഥ എഴുതിയിട്ടുള്ളത് ഇന്ദ്രൻസ്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനമാണ് DC കണക്ട്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനം ഏതാണ്? DC കണക്ട്. അവരായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, DC കണക്ട് ആണ്. കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024 വേദി കൊച്ചിയാണ്. അപ്പൊ ഒരു കൊച്ചു എക്സ്പോ ആണ്, അല്ലെങ്കിൽ ഒരു കൊച്ചു പ്ലാന്റിന്റെ ഒക്കെ ഒരു എക്സ്പോ ആണെന്നൊക്കെ ഓർക്കുക കേട്ടോ. അപ്പൊ കൊച്ചിയാണ്, ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം ആയിരുന്നു അതിന്റെ വേദി. കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024 വേദി ഏതാണ്? കൊച്ചി. ഇന്ത്യയിൽ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ് പ്രസാദം അല്ലെ. നല്ല ശുചിത്വമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു പ്രസാദം വരും അല്ലെ, ഒരു എനർജി, ഒരു പ്രസാദം വരുന്നൊക്കെ ഓർക്കുക കേട്ടോ. ഇന്ത്യയിൽ നടക്കുന്ന എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് കോമ്പറ്റീഷൻ 2024 വേദി വാഗമൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, വാഗമൺ ആണ് ഇടുക്കി ജില്ലയിലെ. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി എവിടെയാണ്? റഷ്യയിലാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി എവിടെയാണ്? റഷ്യയിലാണ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി ചോദിക്കുകയാണെങ്കിൽ റഷ്യയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി എവിടെയാണ്? റഷ്യയാണെന്നുള്ള കാര്യം, ബ്രിക്സിലെ 6 റഷ്യയാണെന്നുള്ളത് ഓർക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ 2023 എവിടെയായിരുന്നു? സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അപ്പൊ വർഷങ്ങൾ തമ്മിൽ മാറിപ്പോണ്ടെങ്കിൽ ജസ്റ്റ് ഓർക്കാം. 2023 എന്ന് പറയുമ്പോണ്ടല്ലോ 2ഉം 3ഉം, അവസാനത്തെ നമ്മുടെ 2ഉം 3ഉം ഉണ്ടല്ലോ, ആ 2ഉം 3ഉം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 5 കിട്ടും അല്ലെ. അപ്പൊ 5 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു S പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് 2023 എന്താ S വെച്ചുള്ള സൗത്ത് ആഫ്രിക്കയിലാണെന്നുള്ളത് ഓർക്കാം. 2024 റഷ്യയാണ് കേട്ടോ. ഇനി ആ വില്ലേജിൽ നിർമ്മിക്കുന്ന കണ്ണാടി പാലം ഏത് രാജ്യത്തെ മാതൃകയായിട്ടുള്ളതാണ്? കണ്ണാടി പാലം ചൈന. ഓക്കെ, ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിർമ്മിക്കുന്ന കണ്ണാടി പാലം ഏത് രാജ്യത്തെ മാതൃകയിലായിട്ടുള്ളതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ചൈനയാണെന്നുള്ളത് ഓർത്തു വെക്കാം. ഇനി കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ചുള്ള ചലച്ചിത്രം ഗ്രാമവൃക്ഷത്തിലെ കുയിലാണ് കേട്ടോ. ഗ്രാമവൃക്ഷത്തിലെ കുയിലാണ്. കുമാരനാശാന്റെ ജീവിതം ആസ്പദമാക്കി KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഓക്കെ, കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ചുള്ള ചലച്ചിത്രം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ജാനുവരിയിൽ ആചരിച്ചിട്ടുള്ളത്? 150ാമത്തെ കേട്ടോ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ജാനുവരിയിൽ ആചരിച്ചിട്ടുള്ളത്? 150. 2024 ജാനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80 ആണ്. അപ്പൊ നമുക്ക് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പൊ ജസ്റ്റ് കേട്ടുപോവുക, 2024 ജാനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80 ആണ്. 6ാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാടാണ്. 6ാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയിട്ടുള്ള കടൽപ്പാലം അടൽ സേതു ആണ്. അടൽ സേതു, മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയിട്ടുള്ള കടൽപ്പാലമാണ്. അപ്പോൾ കടൽപ്പാലമാണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്താണ്. അടൽ സേതു, അടൽ സേതു. 2024 ജാനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. നമ്മൾ പറഞ്ഞു സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ ഈ ഉത്തരൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു കോഡ് കൈ വെച്ചിട്ടൊക്കെ ഒരു കോഡ് കാണിച്ചു എന്നൊക്കെ വെറുതെ ഓർക്കുക. അല്ലെങ്കിൽ കോപ്പി അടിക്കുന്ന സമയത്ത് കൈ വെച്ചൊക്കെ കുറെ കോഡൊക്കെ കാണിച്ചു ഉത്തരം കണ്ടപ്പോൾ എന്നൊക്കെ വെറുതെ ഓർത്ത് വെക്കുക കേട്ടോ. 2024 ജാനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങിയിട്ടുള്ള സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. അപ്പൊ പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ചിട്ടുള്ള ചലച്ചിത്രം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ജാനുവരിയിൽ ആചരിച്ചിട്ടുള്ളത്? 150.
2024 ജാനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80. 6ാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയിട്ടുള്ള കടൽപ്പാലം അടൽ സേതു. 2024 ജാനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇനി ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ട് തുടർച്ചയായിട്ട് 4ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഷെയ്ഖ് ഹസീനയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ റീസെന്റ് ആയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഷെയ്ഖ് ഹസീനയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിട്ട് തുടർച്ചയായിട്ട് 4ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആരെയാണ്? ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീന. ഓക്കെ, വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ചുള്ള കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം. എലിക്കുളം ഗ്രാമപഞ്ചായത്ത് കേട്ടോ. അപ്പൊ ആ റോബോട്ടിന്റെ പേര് എലീന എന്നാണ്. അപ്പൊ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാനായിട്ട് റോബോട്ടിനെ നിയമിച്ചുള്ള കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. കോട്ടയം ജില്ലയിലാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. ആ റോബോട്ടിന്റെ പേര് എലീന എന്നാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കായികം എന്നൊക്കെ പറയുമ്പോൾ GV രാജ സ്പോർട്സ് സ്കൂളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിരുവനന്തപുരത്തല്ലേ. അപ്പൊ അങ്ങനെയായിട്ടൊന്ന് കണക്ട് ചെയ്യാം. കേരളത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരം. അപ്പൊ പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ നോക്കാം. എന്തൊക്കെയാ പറഞ്ഞ? ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ട് തുടർച്ചയായിട്ട് 4ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ഷെയ്ഖ് ഹസീന. പിന്നെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാനുള്ള ഒരു റോബോട്ട് അല്ലെ, അത് ഏത് ഗ്രാമപഞ്ചായത്തിലായിരുന്നു ചോദിക്കുകയാണെങ്കിൽ എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. റോബോട്ട് എലീനയാണ്. 36ാമത്തെ ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ്. ഓക്കെ, അതേപോലെ തന്നെ കേരളത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ളത് തിരുവനന്തപുരം. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഏതാണ്? ഇന്ത്യയാണ്. അപ്പൊ നിലവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഓർത്തു വെച്ചേക്കണേ. അപ്പൊ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണെന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഇന്ത്യയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൊബൈൽ ആപ്പ് ഉത്സവം എന്ന് പറയും കേട്ടോ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൊബൈൽ ആപ്പ് ചോദിക്കണമെങ്കിൽ കലോത്സവം അല്ല, അപ്പൊ ഉത്സവം എന്നുള്ളത് അറിഞ്ഞു വെക്കുക. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചുള്ള എന്നാണ്? 2024 ജാനുവരി 1. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചുള്ള എന്നാണ്? 2024 ജാനുവരി 1. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായിട്ട് ആരംഭിച്ചിട്ടുള്ള ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട്. ഓക്കെ, അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട്. അപ്പൊ അത് എന്നാണ് തുടക്കം കുറിച്ചുള്ളത്? 2024 ജാനുവരി 1. 2024 ജാനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ. അപ്പൊ ആരൊക്കെ തമ്മിലാ? ആ ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുമ്പോൾ ഇന്ത്യയും UAE കേട്ടോ. UAE-ലൊക്കെ നിറച്ച് ഡെസേർട്ട് അങ്ങനെയൊക്കെയല്ല. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാം. ഡെസേർട്ട് സൈക്ലോൺ ഇന്ത്യയും UAE-യും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. 2024 ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് കുഫോസ്. 2024 ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ്? കുഫോസ് ആണ് കേട്ടോ. കുഫോസ് ആണ്. ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് KSRTC ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ബൈക്ക് എക്സ്പ്രസ് ആണ്. ഓക്കെ, ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് അല്ലെ, ഇരുചക്രം അല്ലെ, ബൈക്ക് എക്സ്പ്രസ്. ഇനി വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചിട്ടുള്ളത് ശീതൾ ദേവിക്കാണ്. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ശീതൾ ദേവി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ആർച്ചറി കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചോണേ. 2023 പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് മാഗ്നസ് കാൾസൺ ആണ് കേട്ടോ. മാഗ്നസ് കാൾസൺ ആണ്. 5ാമത്തെ പ്രാവശ്യമാണ് കിട്ടുന്നത്. 2023 പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചാമ്പ്യൻ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് മാഗ്നസ് കാൾസൺ. 2023 വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ആരാണ്? അനസ്താനിയ ബോഡ്നരൂക്ക് ആണ്. അപ്പൊ നമുക്ക് ചെസ് എന്ന് പറയുമ്പോൾ ബോർഡുമായിട്ട് കണക്ട് ചെയ്യല്ലോ. ചെസ് ഒക്കെ ഒരു ബോർഡിലല്ലേ നമ്മൾ കളിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ ഓർക്കാം. റഷ്യക്കാരിയാണ് കേട്ടോ. അപ്പൊ 2023 വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് അനസ്താസിയ ബോഡ്നരൂക്ക് ആണ്. ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യം സ്ലിം. ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യം സ്ലിം ആണ്. നമുക്ക് വേണമെങ്കിൽ സ്ലിം ആയിട്ടുള്ള ഒരു പാൻ ഓർക്കാം. നമ്മൾ ചായയും ഒക്കെ വെക്കുന്ന ഒരു പാൻ ഉണ്ടല്ലോ, അങ്ങനെ പാനുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സ്ലിം ആയിട്ടുള്ള ഒരു പാൻ ആയിട്ട് കണക്ട് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് ലക്നൗ. എല്ലാവരുടെ ഒരു ലക്കാണല്ലേ. AI നമ്മുടെ ആർട്ടിഫിഷ്യൽ നഗരം നിലവിൽ വരുന്നത് ലക്നൗ. ഒരു ലക്കാണെന്ന് ഓർത്തു വെക്കാം. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് ലക്നൗ. ഇരുചക്ര വാഹനങ്ങൾ ഓർമ്മ കിട്ടുന്നുണ്ട്, നമ്മുടെ ബൈക്ക് എക്സ്പ്രസ് അല്ലെ. പിന്നെ ശീതൾ ദേവി ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആർച്ചറി. 2023 പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് മാഗ്നസ് കാൾസൺ.
പിന്നെ 2023 വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയുള്ളത് അനസ്താസിയ ബോഡ്നറൂക്ക്. ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യം സ്ലിം. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് ലക്നൗ ആണ്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്, 53ാമത്തെ ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ ആൻസർ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സും എക്സ്ട്രാ തരേണ്ടതായിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ ടോപ്പിക്സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ കമന്റ് ചെയ്യുക. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം.